കൂട്ടുകാരി, എൻ്റെ ഒരു ചെറിയൊരു കൃഷിത്തോട്ടമൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്തെടുത്ത വീഡിയോ കേട്ടോ. ഇതിൻ്റെ ചീനി കേട്ടോ, കാന്താരി ചീനിയുടെ വലുത് അല്ലേ, കണ്ടോ കായ്ച്ച് കിടക്കുന്നത്. ഇത് മതി എനിക്ക് വീട്ടിലത്തെ ആവശ്യത്തിനുള്ള മുളകെല്ലാം ഇവത്തേന്ന് കിട്ടും. ഇത് പിന്നെ ഒരു ചേമ്പാണ്. ഇതിൻ്റെ തണ്ടും ഇലയും പറിച്ച് തോരൻ വെക്കും, ഒരുമിച്ച് തോരൻ വെക്കും. കണ്ടോ, നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇത് നമ്മുടെ കോവൽ കയറി പന്തലിലോട്ട് വരുന്നതേ ഉള്ളൂ, കഴിക്കാനൊന്നും തുടങ്ങിയില്ല. കണ്ടോ, നമുക്കടുത്ത പന്തലിലോട്ട് പോകാം. ഇതാട്ടോ എൻ്റെ ചെറിയ കൃഷിത്തോട്ടത്തിലെ പാവൽ, പയർ. കണ്ടോ, പയറിലെ മൂഞ്ഞാന്ന് പറയുന്ന ഒരു സാധനം. കണ്ടോ പയറ ഇരിക്കുന്നത് കണ്ടോ. അത് ഈ മഴയും തോളുന്നുണ്ട്, പുഴുവായി. മഴയൊന്നും പറ്റിയല്ല, വെയിലാണ് നല്ലത്. പയറിന് മൂഞ്ഞ കയറി പിടിച്ചേക്കുക കേട്ടോ. മൂഞ്ഞായാലും ഉറുമ്പ് തിന്നുന്നത് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. ഇന്നൊരു മഴതൂളലും ഉണ്ട്, കാലാവസ്ഥ ഇന്നൊരു മൂഡിലാണ്. എല്ലാം കയറി ഇങ്ങനെ ഉണ്ടായി വരുന്നു കേട്ടോ. ഞാനൊരു 5-6 കറി വെക്കാനുള്ളതൊക്കെ ഒത്തിരി പറിച്ചു. പാവയ്ക്ക ഉണ്ടായി നിൽക്കുന്നു. ഇതൊക്കെ പൊതിഞ്ഞിടണം, അല്ലേ ഈച്ച കുത്തും. പൊതിഞ്ഞിടാൻ നേരം കിട്ടിയില്ല. ഇവിടെ പൊതിഞ്ഞിട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവത്തേന്നൊരു പാവയ്ക്ക പറിച്ച് കറി വെച്ചു. ഇതുണ്ടോ അമ്പേ, ഒരു സൂത്രം കണ്ടോന്ന്, ഒരു തേനീച്ചയിലെ മറ്റേ എന്നാ ഇത് കണ്ടോ, അതിനെ പിടിക്കുന്നുണ്ടോ. അയ്യോ പാവം, എന്നാ ചെയ്യാനാ. കണ്ടോ, പാവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. പയറൊക്കെ പറിച്ചായിരുന്നു 2-3 വട്ടം. ഉണ്ടോ പയറയിൽ പുഴു പിടിക്കുന്നുണ്ടോ. ഇങ്ങനെ കാണുന്നിടത്തെല്ലാം പുഴുവുണ്ട്. കാലാവസ്ഥ മോശമാണേ, അതുകൊണ്ടാണ് പുഴു ഇങ്ങനെ പിടിക്കുന്നത്. കണ്ടോ. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഭയങ്കര മൂഞ്ഞ. ഇതിന് വല്ല മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു.